കർത്താവിന് മഹത്വം. ദൈവ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. കർത്താവിൽ ആശ്രയിച്ച് അഗാപ്പെ ഗോസ്പൽ അയർലൻഡ് നടത്തുന്ന ബൈബിൾ ക്ലാസിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു, ബലപ്പെടുത്തുന്നു. ഇന്നും ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മൊഴികൾ ഞങ്ങൾ പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ ശുദ്ധീകരണത്തിനും ആത്മീയ പക്വതയ്ക്കും ആത്മീയ നന്മകൾക്കും വളർച്ചയ്ക്കും കാരണമായി തീരാൻ ദൈവം സഹായിക്കണം. കർത്താവിന്റെ ദാസനെ അതിനായി ഉപയോഗിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ വചനം പഠിക്കുന്നത് എപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിന് നല്ലതും അനുഗ്രഹവുമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായുത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ വചനത്തിൽ ദൈവത്തിന്റെ വചനം ഇടപെടുന്ന മേഖലകളെ കുറിച്ച് എഴുതിയിരിക്കും. സ്പിരിറ്റ്, സോൾ, അതുപോലെ തന്നെ നമ്മുടെ ബോഡി. ഈ ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ഇടപെടലുണ്ടാവും. ദൈവവചനം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം ഒന്ന് ദ വാർ അഡിനായി എന്ന് പറഞ്ഞാൽ ക്രമീകൃതമായി സൃഷ്ടിക്കുന്നു. രണ്ടാമത്തെ പദം ഖോൽ അഡിനായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം, അത് സൃഷ്ടിക്കുവാൻ പര്യാപ്തമായ ശബ്ദമാണ്. നമ്മുടെയൊക്കെ ശബ്ദം തളരുകയും ക്ഷീണിക്കുകയും നിലയ്ക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രമീകൃതമായി സൃഷ്ടിക്കുന്ന ദൈവം വ്യവസ്ഥയില്ലാതെ ലക്ഷ്യം തെറ്റി ജീവിതത്തിൽ എല്ലാം തകർന്നിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വന്ന് അവരെ ക്രമമുള്ള, അവരെ ചിട്ടയായ, ഡിസിപ്ലിനുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയെടുക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അതിനായി ആ വചനം ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആൻഡ് നോൺ ഫിസിക്കൽ എലമെന്റ്സിൽ പ്രവർത്തിക്കും. നോൺ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് ആൻഡ് സോൾ, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ബോൺ ആൻഡ് മാരോസ്. ഇത്രയും പവർഫുള്ളായ വചനമാണ് നമ്മൾ പഠിക്കുന്നത്. ആ ശ്രദ്ധയോടും ആ ഭക്തിയോടും ആ ഭയത്തോടും കൂടി നമുക്കിരിക്കാം. വലിയ നന്മകൾ ഈ പഠനത്തിലൂടെ നമുക്ക് ആത്മീകമായി കൈവരിക്കാം. അതിനായി കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി.ഒ. വർഗീസ് അവറുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള 1.5 മണിക്കൂർ അദ്ദേഹം നമ്മെ തിരുവചനത്തിൽ നിന്ന് പഠിപ്പിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. എന്നെ കേൾക്കാമല്ലോ? ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ത്രിയേക ദൈവത്തിന് സ്തോത്രവും പുകഴ്ചയും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ നിങ്ങളേവർക്കും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ബൈബിൾ അധ്യയനത്തിൻ്റെ രണ്ടാമത്തെ സന്ധ്യയിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ
ആദ്യ 3 അധ്യായങ്ങളെ കുറിച്ചുള്ള, പ്രത്യേകിച്ച് 2ഉം 3ഉം അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദൈവസഭകളെക്കുറിച്ചും അവർക്കുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ചും ഉള്ള ഒരു ആനുകാലിക പഠനമാണ് നമ്മൾ നടത്തുന്നത്. ആയതിലേക്ക് കർത്താവ് നമ്മെ ഇന്നും കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. നിങ്ങളും അതിനുവേണ്ടി സമയത്തെ വേർതിരിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പകലത്തെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്ക് ശേഷം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നാം അടുത്തു വരുന്നത് നമുക്ക് അനുഗ്രഹകരമാകട്ടെ. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് വായിച്ച ഒരു വാചകം ഓർക്കുന്നു. The word of God as the sword of the Spirit has equal effect upon saint, sinner and Satan. ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാൾ എന്ന നിലയിൽ വിശുദ്ധനോടും പാപിയോടും പിശാചിനോടും ഒരുപോലെ വ്യവഹരിക്കുന്നു. അതെ, നാം വിശുദ്ധന്മാരായാലും പാപികളായാലും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മോടൊരു വ്യവഹാരമുണ്ട്. ആ വ്യവഹാരം, ആ പ്രവൃത്തി തിരുവെഴുത്ത് നമ്മിൽ നിവർത്തിക്കട്ടെ. അതിനുവേണ്ടിയുള്ള വിധേയത്വത്തോടെ നമുക്ക് ദൈവസന്നിധാനത്തിങ്കലായിരിക്കാം. പുതിയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തേതും ഏക പ്രവചന ഗ്രന്ഥവുമായ വെളിപ്പാട് പുസ്തകം, അതിൻ്റെ 1-ാമത്തെ അധ്യായം യോഹന്നാൻ പത്മോസിൽ ദർശിച്ച ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട മശിഹായുടെ ദർശനമായിരുന്നു. 2ഉം 3ഉം അധ്യായങ്ങൾ വർത്തമാനകാലത്ത് സ്ഥിതി ചെയ്യുന്ന സപ്തസഭകളുടെ അവസ്ഥകൾ, 4 മുതൽ ഉള്ളത് ഭാവികാല സംഭവങ്ങൾ. നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആദ്യത്തെ 3 അധ്യായങ്ങളിലാണ്. ആദ്യത്തെ 3 അധ്യായങ്ങൾ. അതിൽ 1-ാമത്തെ അധ്യായത്തെപ്പറ്റി നമ്മൾ ഓടിച്ച് ഇന്നലെ ഒന്ന് കണ്ടു. അതിലെ പ്രധാനപ്പെട്ട വിഷയം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ മരണത്തിൽ നിന്ന് എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റതും വർദ്ധിതമായ മഹത്വത്തോടെ വിരാജിക്കുന്നവനുമായ ക്രിസ്തുവേശുവിൻ്റെ ആളത്വത്തെക്കുറിച്ചുള്ള ദർശനമാണ്. കർത്താവായ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നാം അവിടെ വായിക്കുന്നു, എന്നേക്കുമായിട്ട് ജീവിക്കുന്നു. ലാസർ ഉയർത്തതുപോലെയുള്ള ഒരു ഉയർപ്പല്ല. ലാസർ ഉയർത്തത് ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പായിരുന്നു. 2 തരം ഉയർപ്പുകളെ കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഒന്ന്, എ റിസറക്ഷൻ ടു മോർട്ടാലിറ്റി, ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പ്. 2, റിസറക്ഷൻ ടു ഇമ്മോർട്ടാലിറ്റി, അദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പ്. ബൈബിളിൽ ഏതാണ്ട് 8 കഥാപാത്രങ്ങളുണ്ട് ദ്രവത്വത്തിലേക്ക് ഉയർത്തവരായിട്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആ 8 പേരുടെ ഉയർപ്പുകളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അദ്രവത്വത്തിലേക്കാണ്, തേജസ്സിലേക്കാണ്, അക്ഷയതയിലേക്കാണ്. ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പ്
എന്ന് പറയുന്നത് വീണ്ടും മരിക്കാവുന്ന ശരീരത്തിൽ ഉയർക്കുന്ന ഉയർപ്പാണ്. ലാസർ ഉൾപ്പെടെ ഉള്ളവരെല്ലാം അങ്ങനെയാണ് ഉയർത്തത്. എന്നാൽ യേശുക്രിസ്തു ഉയർത്തത് നാം 17-18 വാക്യങ്ങളിൽ കാണുന്നു. ഇനി ഒരിക്കലും മരിക്കാൻ ഒക്കാത്ത അവസ്ഥയിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഇപ്പോൾ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അപ്പൊ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ, അതിൻ്റെ അധികാരം കൈപ്പറ്റിക്കൊണ്ട് ഇനി ഒരിക്കലും മരണത്തിന് അധീനനാകാത്ത വിധം മഹത്വത്തോടെ, തേജസ്സോടെ, അദ്രവത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ മശിഹായെ നമുക്ക് 1-ാം അധ്യായത്തിൽ കാണാം. മാത്രമല്ല, ആ യേശുക്രിസ്തുവിൻ്റെ 7 വിധമായ പ്രത്യേകതകളും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ 7 പ്രത്യേകതകൾ 2-3 അധ്യായങ്ങളിൽ 7 സഭകളോടുള്ള ബന്ധത്തിൽ ക്രിസ്തു തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ആളത്വ ദർശനം, ക്രിസ്തുവിൻ്റെ കായ പ്രദർശനം നമുക്ക് 1-ാം അധ്യായത്തിൽ വിശേഷിച്ച് അതിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണാം. 19-ാം വാക്യം നമ്മൾ കണ്ടു, വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിഭജനത്തെക്കുറിച്ചാണ്. 20-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ കണ്ട 7 നക്ഷത്രങ്ങളുടെ അർത്ഥവും 7 നിലവിളക്കുകളുടെ അർത്ഥവും വെളിപ്പെടുത്തുന്നു. യേശു കർത്താവിന്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങളെ പിടിച്ചിരിക്കുന്നു. പാട്ടും പാടാറുണ്ട്, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു, ഏറെ രാജാമുടി ശിരസതിൽ അണിഞ്ഞു. ചിലരതിനെ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും 7 രാജാമുടി ശിരസതിൽ അണിഞ്ഞുമെന്ന് പാടാറുണ്ട്. 7 രാജാമുടി അല്ല, ഏറെ രാജാമുടി എന്നാണ് അർത്ഥം. അപ്പോൾ യേശുവിന്റെ കയ്യിൽ വലങ്കയിൽ കണ്ട 7 നക്ഷത്രം എന്താണെന്ന് 20-ാം വാക്യത്തിൽ പറയുന്നു. അത് സഭയുടെ അല്ലെങ്കിൽ 7 സഭകളുടെ ദൂതന്മാരാണ്. 2, 7 പൊൻനിലവിളക്കുകൾ എന്താണ്? അത് സഭകളാണ്, 7 സഭകൾ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന കവരവിളക്കല്ല ഇവിടുത്തെ നിലവിളക്ക്. ചിലർ അങ്ങനെ ചിന്തിക്കാറുണ്ട്. യേശു കർത്താവ് നടക്കുന്ന 7 പൊൻനിലവിളക്കുകൾ, അവയുടെ നടുവിലൂടെ നടക്കുന്ന മശിഹ, അത് പഴയ നിയമത്തിൽ ദേവാലയത്തിലുള്ള കവരവിളക്കല്ല. അത് ഒറ്റ ദീപവും അതിൻ്റെ 7 ശാഖകളുമാണ്. നടുവിൽ നിൽക്കുന്ന ഒരു ദീപം, അതിൻ്റെ 2 വശങ്ങളിലുമായി 3 ശാഖകൾ, അങ്ങനെ 7 ശാഖകളുള്ള, കവരങ്ങളുള്ള, ബ്രാഞ്ചസ് ഉള്ള വിളക്കാണ് പഴയ നിയമത്തിൽ. എന്നാൽ ഇത് ഓരോ വിളക്കും വ്യത്യസ്തമാണ്. ഈ നിലവിളക്ക് ദൈവ സഭകൾ ആണെന്ന് 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സഭകളെയാണ് 2-3 അധ്യായങ്ങളിലായിട്ട് പറയുന്നത്. എന്നാൽ ഏഷ്യ മൈനറിൽ, അന്നത്തെ ഏഷ്യ, ഇന്നത്തെ ഏഷ്യ അല്ല കേട്ടോ, അന്നത്തെ ഏഷ്യ, അതിനെ ഇന്ന് ചിറ്റാസിയ എന്ന് വിളിക്കാറുണ്ട്. ചിറ്റാസിയ. അന്നത്തെ ഏഷ്യ മൈനറിൽ ഇപ്പോഴത്തെ തുർക്കി, അവിടെ 7-ലധികം സഭകൾ ഉണ്ടായിരുന്നു. 7-ലധികം സഭകൾ ഉണ്ടായിരുന്നു. കൊലോസ്യ സഭ ഉൾപ്പെടെ 7-ലധികം സഭകൾ ഉണ്ടായിരുന്നു. എന്നാൽ 7 സഭകളെ മാത്രമേ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളൂ. അതിന് കാരണം, ഈ 7 സഭകൾ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ 7 സഭകൾ
ചില വേദപഠിതാക്കൾ അതിനെ 7 സഭാ കാലയളവുകളായിട്ട് പഠിപ്പിക്കാറുണ്ട്. എഫെസോസിന്റെ ഒരു കാലഘട്ടം, സ്മുർനായുടെ മറ്റൊരു കാലഘട്ടം, ഇങ്ങനെ 7 കാലങ്ങളായി സഭാ ചരിത്രത്തെ തിരിച്ച് ഈ 7 സഭകളോടും അതിനെ താരതമ്യപ്പെടുത്തി പഠിപ്പിക്കാറുണ്ട്. കുറെയൊക്കെ അത് ഒത്തുവരുന്നുമുണ്ട്. രണ്ടാമതൊരു രീതി, ഈ 7 സഭകൾ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാൾ മുതൽ ഉൽപ്രാവണം വരെ, ഫ്രം ദ പെന്റിക്കോസ്റ്റൽ, ദ ഡേ ഓഫ് പെന്റിക്കോസ്റ്റൽ ഇൻ ആക്ട്സ് ചാപ്റ്റർ 2 ടിൽ ദ റാപ്ചർ, സഭയുടെ എടുക്കപ്പെടിയിൽ വരെ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സഭയുടെ 7 വിധമായ അവസ്ഥകളെയാണ് കാണിക്കുന്നത്. 7 വിധമായ അവസ്ഥകളെയാണ് കാണിക്കുന്നത്. മറ്റൊരഭിപ്രായം, ഈ 7 സഭകൾ ചരിത്രപരം മാത്രമല്ല പ്രാവചനീയപരവുമാണ്. ഈ 3 അർത്ഥങ്ങളാണ് 7 സഭകൾക്ക് ഉള്ളത്. ഒന്നും കൂടെ ആവർത്തിക്കാം. 1, ഈ 7 സഭകൾ 7 സഭാ കാലയളവുകളെ കുറിക്കുന്നു. 2, ഈ 7 സഭകൾ എക്കാലവും ഭൂമിയിലുള്ള സഭകളുടെ സ്വഭാവത്തെ കാണിക്കുന്നു. 3, ചരിത്രപരമായ പ്രാധാന്യമുള്ളപ്പോൾ തന്നെ ഈ 7 സഭകൾക്ക് പ്രവചനപരമായ അർത്ഥവും കൂടെ ഉണ്ട്. ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, അല്ലെങ്കിൽ സമീപനങ്ങളാണ് ഈ 7 സഭകളോടുള്ള ബന്ധത്തിൽ നമുക്കുള്ളത്. അതിൽ നമുക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് ഒടുവിലത്തെ 2 എണ്ണമാണ്. ഇത് ഏതെങ്കിലും ഒരു സഭാ കാലഘട്ടത്തെ കുറിക്കുന്നുവെന്ന് പറയുന്നെങ്കിൽ എതിർക്കുന്നില്ല, അതിൽ തെറ്റ് പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ ശരിയായിട്ടുള്ളത് ഇത് 7 സഭാ കാലയളവുകളെ, അല്ലെങ്കിൽ 7 സഭാ സ്വഭാവങ്ങളെ കാണിക്കുന്നു. എക്കാലവും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സഭകൾക്ക് ഈ 7 സഭകളുടെ പ്രകൃതം ഉണ്ടായിരിക്കും. അതുപോലെ ഇതിന് പ്രാവചനികമായ അർത്ഥവും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ 7 സഭകൾക്കുള്ള ദൂത് ആ 7 സഭകൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, എക്കാലവും ഈ ഭൂമിയിൽ കാണപ്പെടുന്ന സഭകൾക്ക് എല്ലാം തന്നെ അത് കാലിക പ്രസക്തമാണ്. ഇറ്റ് ഈസ് റെലവന്റ്. The messages to, or the status of these 7 churches are very much relevant to the current church. അതുകൊണ്ട് ആ ഒടുവിലത്തെ 2 അഭിപ്രായങ്ങളെ എടുത്തുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത്. ഇതിനിടയിൽ മനസ്സിലാകാത്ത എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. സംശയം വെച്ചുകൊണ്ട് പോകരുത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ, നമ്മുടെ വിഷയത്തിനകത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നും കൂടെ ഓർപ്പിക്കുന്നു. 7 സഭകൾ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ് ദൈവസഭയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ ജനനം നടക്കുന്നത്. അന്നു മുതൽ സഭ അനുസ്യൂതം നടന്നു വരുന്നു. സഭ യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നതുവരെ ഈ ഭൂമിയിൽ സഭ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സഭയുടെ 7 വിധമായ സ്വഭാവങ്ങളെയാണ് ഈ 7 സഭകൾ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഭകളുടെ സ്വഭാവം ഇന്നത്തെ സഭകളുമായി നാം വളരെ താരതമ്യം ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഈ നിലയിൽ ഈ അധ്യായങ്ങളെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക.
ഒന്ന്, 7 സഭകൾ ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കിയാൽ നമുക്ക് 7 സഭകൾ, ആ 7 സഭകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന തിരുവചന ഭാഗം, റെഫറൻസ്. 3, ഈ 7 സഭകളോടും യേശു ക്രിസ്തു എങ്ങനെയാണ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് എന്ന് നോക്കുക. അത് നമ്മൾ 1-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ കണ്ടതാണ്. എന്നാൽ ആ കാര്യങ്ങളെ ഓരോ സഭയോടുള്ള ബന്ധത്തിലും ക്രിസ്തു തന്നെ തന്നെ പ്രസ്തുതീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നീട് ഓരോ സഭയ്ക്കും അവരുടെ നന്മകളെ കുറിച്ച് കർത്താവ് പറയുന്നു. കമൻഡിങ് their achievements. ഓരോ സഭയുടെയും പ്രശംസനീയമായ കാര്യങ്ങളെ കുറിച്ച് യേശു എടുത്തു പറയുന്നു. Then comes condemnation or criticism. അവരുടെ നന്മകളെ കുറിച്ച് പറഞ്ഞിട്ട് യേശു ക്രിസ്തു ഓരോ സഭയുടെയും തിന്മകളെ കുറിച്ച് പറയുന്നു. നന്മകളെ കുറിച്ച് ആദ്യം പറയുന്നു, പിന്നെ ഓരോ സഭകളുടെയും വീഴ്ചകളെ കുറിച്ച് പറയുന്നു. അടുത്തതായിട്ട് ഓരോ സഭയ്ക്കും യേശു കർത്താവ് ആലോചന പറയുന്നുണ്ട്, ഉപദേശം കൊടുക്കുന്നുണ്ട്, കൗൺസിലിംഗ്. കർത്താവ് ഓരോ സഭയോടും കൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ വേണം, എന്തു വേണം. അതിനുശേഷം മാനസാന്തരപ്പെടുന്നവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് ലഭിപ്പാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു പ്രവചനമായി. അതിന്റെ മറുഭാഗത്ത് അനുസരിക്കാത്തവർക്കുള്ള താക്കീതുണ്ട്, വാർണിംഗ് ഫോർ ദ ഡിസൊബീഡിയന്റ്. ഓരോ സഭയോടുള്ള ബന്ധത്തിലും ഇത്രയും കാര്യങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കൂടെ വരുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ 7 സഭകളെ തരം തിരിച്ചു പഠിക്കണം. വിശാല പഠനത്തിന് നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് നമ്മൾ പൊതുവിലെടുത്ത് പഠിക്കുകയാണ്. ഉദാഹരണത്തിന് എഫെസോസിലെ സഭയെക്കുറിച്ച് നോക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ സഭകളുടെ ആ ഒരു ക്രമം, ദ ഓർഡർ ഓഫ് ദീസ് ചർച്ചസ്, ഇത് ഒരു റോമൻ റോഡിന്റെ സഞ്ചാരപാതയിൽ ഉള്ള സഭകളെ ക്രമത്തിനെഴുതിയിരിക്കുകയാണ്. അതായത് റോമിൽ നിന്ന് ഒരു പോസ്റ്റ്മാൻ ഈ 7 സഭകൾക്കുള്ള കത്തുകളുമായി പുറപ്പെട്ടാൽ ആദ്യം വരുന്ന സഭകളെ ആദ്യം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ക്രമീകരണത്തിലാണ് ഈ 7 സഭകളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 2:1. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. കണ്ടോ? 7 സഭകളോടും പറയുന്ന പൊതുവായ കാര്യമാണ് ഇന്നിടത്തെ സഭയുടെ ദൂതന് എഴുതുക. ആരാണ് ഈ ദൂതൻ? സഭയുടെ ശുശ്രൂഷകനാണ്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. 2 Corinthians 8:23. കൊരിന്ത്യർ 8:23.
തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനും ആകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. നമ്മുടെ സഹോദരന്മാർ സഭയ്ക്ക് ദൂതന്മാരാണ്. സഭയ്ക്ക് ദൂതന്മാർ. അപ്പോൾ സഭയുടെ ദൂതൻ അതാത് സഭകളുടെ ഉത്തരവാദിത്വപ്പെട്ട സഹോദരന്മാരെന്നർത്ഥം. അതൊരു പാസ്റ്ററാകാം, ഒരു മൂപ്പനാകാം, സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശുശ്രൂഷിക്കുന്ന യാതൊരു വ്യക്തിയും സഭയുടെ ദൂതനാണ്. സഭയുടെ ദൂതനാണ്. അതായത് ക്രിസ്തുവിൽ നിന്ന് സഭയ്ക്ക് വേണ്ടിയുള്ള സന്ദേശം കൈപ്പറ്റി കൈമാറുന്നയാൾ, അതാണ് ദൂതൻ. അങ്ങനെ എഫെസോസിലെ സഭയുടെ ശുശ്രൂഷകനെ കുറിച്ച് പറയുന്നു. ഓരോ സഭയുടെ ശുശ്രൂഷകന്മാരും ഇങ്ങനെ വേണം. കർത്താവിൽ നിന്ന് ആലോചന പ്രാപിച്ച് ദൂത് കൈമാറുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇനി ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നതെന്തെന്നാൽ. അപ്പോൾ ഓരോ സഭയുടെ ശുശ്രൂഷകനും ദൈവത്തിൽ നിന്ന് സന്ദേശം കൈപ്പറ്റി സഭകൾക്ക് കൈമാറുന്നവരായിരിക്കണം. അതാണ് ദൂതൻ. എന്നിട്ട് കണ്ടോ എങ്ങനെയാണ് എഫെസോസിലെ സഭയ്ക്ക് ക്രിസ്തു തന്നെ പരിചയപ്പെടുത്തുന്നത്. 1:13 വാക്യത്തിൽ നമ്മൾ കാണുന്നത് പോലെയാണ്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. സ്തോത്രം. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, മരിച്ചവനായിരുന്ന് വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ. 12-ാമത്തെ വാക്യം, പെർഗമൊസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ഇങ്ങനെ 7 സഭകൾക്കും ക്രിസ്തു വെളിപ്പാട് 1:13 മുതൽ 17 വരെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാടുകൾക്ക് അനുസൃതമായി പരിചയപ്പെടുത്തുന്നു. ഓരോ സഭയ്ക്കും അത് റെലവൻ്റ് ആണ്. ഓരോ സഭയോടുള്ള ബന്ധത്തിലും യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ വെളിപ്പാട് വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്, റെലവൻ്റ് ആയിട്ടുള്ളതാണ്, പ്രസക്തമായിട്ടുള്ളതാണ്. എന്നിട്ട് 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നത് കമൻഡേഷൻ, സഭയെ പ്രോത്സാഹിപ്പിക്കുന്നു. അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ, നന്മകളെ കുറിച്ച് എടുത്തു പറയുന്നു. അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2:4 വരുമ്പോൾ, നന്മകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവരുടെ തിന്മ എന്താണെന്നും കൂടെ എടുത്തു പറയും. നന്മയെക്കുറിച്ച് പറഞ്ഞ ശേഷം അവരുടെ തിന്മ കൂടെ എടുത്തു കാണിക്കുന്നു. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് സഭയ്ക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പിനെ കാണാം. സഭയോടുള്ള കർത്താവിന്റെ കൽപ്പന, ദ കമാൻഡ് ആൻഡ് ദ കൗൺസൽ ടു ദ ചർച്ച്. നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇത് സഭയോടുള്ള കൽപ്പനയാണ്, സഭയ്ക്കുള്ള സന്ദേശമാണ്. എന്നിട്ട്
5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, കർത്താവ് കൊടുത്ത കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ എന്താണ് പരിണിത ഫലം? നിന്റെ നിലവിളക്ക് ഞാൻ അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. എന്നിട്ട് 7-ാം വാക്യത്തിൽ പറയുന്നു, മാനസാന്തരപ്പെട്ടാൽ അല്ലെങ്കിൽ അനുസരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ വാഗ്ദത്തമാണ്. കണ്ടോ, ഇതാണ് എല്ലാ സഭകളുടെയും സന്ദേശങ്ങൾക്കുള്ള ഒരു ഫോർമാറ്റ്, അതിൻ്റെ ഒരു ക്രമീകൃതമായ സ്ഥിതി. അപ്പോൾ ഓരോ സഭയോടുള്ള ബന്ധത്തിലും ഇതുപോലെ കർത്താവ് പറയുന്നു. 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഈ കത്തുകൾക്കകത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ 7 സഭകളെ കാണുന്നു. 7 സഭകളോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓരോരോ കാര്യങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കർത്താവ് ഒരു കുറ്റവും പറയാത്ത ഏതെങ്കിലും ഒരു സഭയുണ്ടോ ഇതിനകത്ത്? നിങ്ങൾ അവൻ്റെ കൂടെ ഒന്ന് വന്നാൽ എൻ്റെ മാത്രം ശബ്ദം കേൾക്കണ്ടായിരുന്നു. കർത്താവ് ഒരു കുറ്റവും പറയാത്ത വല്ല സഭകളും ഉണ്ടോ ഇതിനകത്ത്? രണ്ട് സഭകളെ കുറിച്ച് കർത്താവ് ഒരു കുറ്റവും പറയുന്നില്ല, സ്മുർണയും ഫിലദൽഫിയയും. സ്മുർണ, ഫിലദൽഫിയ സഭകളെ കുറിച്ച് കർത്താവ് ഒരു കുറ്റവും പറയുന്നില്ല. മറ്റൊരു ചോദ്യം, ഒരു നന്മയും പറയാനില്ലാത്ത വല്ല സഭകളും ഉണ്ടോ? ഒരു നന്മയും കർത്താവ് പറഞ്ഞിട്ടില്ലാത്ത. ഒരു സഭയുണ്ട്, ലവോദിക്യ സഭ, ഏറ്റവും ഒടുവിലത്തെ സഭ. പറഞ്ഞു വന്നത് മനസ്സിലായോ? ഓരോ സഭയുടെയും ദൂതന് യേശു കർത്താവ് സന്ദേശം കൈമാറുന്നു. 2, ക്രിസ്തു തന്നെ ഓരോ സഭയുടെയും പ്രകൃതമനുസരിച്ച് പരിചയപ്പെടുത്തുന്നു. 3, ഓരോ സഭയെക്കുറിച്ചുമുള്ള ക്രിയാത്മകമായ പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്നു. 4, ഓരോ സഭയുടെയും തിന്മകളെ പറ്റി പറയുന്നു, പോരായ്മകളെ കുറിച്ച് വിമർശിക്കുന്നു. 5, ഓരോ സഭയ്ക്കും വേണ്ട ഉപദേശം അഥവാ കൽപ്പന കൊടുക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? കൽപ്പന കൊടുക്കും. അടുത്തത്, കൽപ്പന അനുസരിച്ചാൽ ലഭിക്കുന്ന നന്മയുടെ വാഗ്ദത്തവും. അടുത്തത്, തിരസ്കരിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പരിണിത ഫലത്തിന്റെ താക്കീതും കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു രീതിയാണ് ഈ 7 സഭകളോടുമുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നിങ്ങളുടെ മൗനത്തിൽ നിന്ന് സംശയങ്ങളില്ലെന്ന് ഞാൻ ഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇനി നമുക്ക് ഈ സഭകളുടെ സ്വഭാവത്തെക്കുറിച്ച് നോക്കാം. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആ ഭാഗങ്ങൾ ഞാൻ വിടുകയാണ്. ഓരോ സഭയുടെയും സ്വഭാവം എന്ത്? അതിന് ഇന്നത്തെ സഭകളുമായിട്ട് എന്താണ് പ്രസക്തി? നമ്മുടെ
കാതലായ വിഷയത്തിലേക്ക് കടക്കുകയാണ്. The nature of these 7 churches and the relevance of them today. ഇന്നത്തെ സഭകൾക്ക് ഈ 7 സഭകളുമായിട്ട് എന്താണ് ബന്ധം? ആ സന്ദേശങ്ങൾ ഇന്ന് പ്രസക്തമാണോ? അതെ, ഇന്നും ഇത് പ്രസക്തമാണ്. കാരണം ഇത് അക്കാലത്തുണ്ടായിരുന്ന ഒരു സഭയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയതല്ല. പകരം മുമ്പേ പറഞ്ഞതുപോലെ എന്നെയും കൂടെ കോ ഹോസ്റ്റ് ആക്കിയാൽ ഈ പ്രശ്നം ഒഴിവാക്കാം. പെന്തക്കോസ്ത് നാൾ മുതൽ ഉൽപ്രാവണം വരെ, റാപ്ചർ വരെയുള്ള സഭകളുടെ പൊതുവായ ഒരു പ്രകൃതം, ഒരു സ്വഭാവം നമുക്കിവിടെ കാണാം. അതിലേറ്റവും ആദ്യത്തെ സഭ നമുക്കതിനൊന്ന് എടുത്തു നോക്കാം. എഫേസോസിലെ സഭ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ 7 സഭകളിൽ 2 സഭകൾക്ക് തിന്മയൊന്നും കർത്താവ് പറയുന്നില്ലെന്ന്. ബാക്കി 5 സഭകളെ കുറിച്ച് കർത്താവിന് വിമർശനങ്ങൾ പറയാനുണ്ട്. അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ട്. സഭയിലേക്ക് ഇഴഞ്ഞു കയറി വന്ന അരുതായ്മകൾ എന്തൊക്കെയാണ്? ദൈവസഭയ്ക്കകത്തേക്ക് കടന്നുകൂടിയ പോരായ്മകൾ, പാപങ്ങൾ, കർത്താവ് വെറുക്കുന്നതും കർത്താവ് ശാസിക്കുന്നതുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പ്രധാനമായും ഈ 5 സഭകളുമായുള്ള ബന്ധത്തിൽ അതിൻ്റെ പ്രസക്തി നാം ഒന്ന് നോക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഈ സഭകളുടെ പ്രശ്നങ്ങൾ? നോക്കാം. 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാമല്ലോ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നമ്മൾ പിന്നീട് നോക്കും. 9 നന്മകളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. എഫെസോസ് സഭയുടെ 9 നന്മകൾ. എന്നിട്ട് പറയുകയാണ്, പക്ഷേ ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. എന്താണത്? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം. അപ്പോൾ സഭയ്ക്കകത്തേക്ക് കടന്നു വരുന്ന ആദ്യത്തെ പ്രശ്നം എന്താ? ആദ്യത്തെ പാപം എന്താണ്? ആദ്യ സ്നേഹത്തിന്റെ കുറവ്. Lack of the first love is the first negative thing that creeps into the church. ദൈവസഭയ്ക്കകത്തേക്ക് ഏറ്റവും ആദ്യം ഇഴഞ്ഞു കയറി വരുന്ന ക്ഷുദ്രജീവി പാപം. അത് നമ്മൾ പാപമായിട്ടത്ര കാണാത്ത, ഗൗരവമായിട്ട് നമ്മൾ പാപം എന്ന നിലയിൽ കാണാത്ത ഒരു പാപമാണ്. അതാണ് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം.
ഇതാണ് സഭയ്ക്കകത്തേക്കും ഓരോ വ്യക്തി വിശ്വാസിയുടെ അകത്തേക്കും, ഓരോ വ്യക്തിയായ ക്രിസ്ത്യാനികളുടെ അകത്തേക്കും കൂട്ടമായി സഭയുടെ അകത്തേക്കും കടന്നു വരുന്ന ആദ്യത്തെ അനാത്മീയത എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ തണുപ്പാണ്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം. അതിന് ദൈവം അനുവദിക്കുന്ന സമയത്തിനകം ക്രമീകരണം വരുത്തുന്നില്ലെങ്കിൽ അത് പിന്നെ എന്തിലേക്ക് പോകും? 2-ാമത്തെ അധ്യായം തന്നെ പെർഗമോ സഭയോടുള്ള ബന്ധത്തിൽ ദൂതറിയിക്കുമ്പോൾ അത് വ്യക്തമാക്കുന്നു. എന്താണ്? 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 14. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അടുത്ത വാക്യവും കൂടെ. അവണ്ണം നിക്കലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. കണ്ടോ? ഈ 14-15 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, രണ്ടാമതായി സഭയ്ക്കകത്തേക്ക് വരുന്ന പ്രശ്നം അഥവാ പാപം എന്താണ്? ഉപദേശപ്പിശക. ഒന്നാമത്തേത് സ്നേഹത്തിന്റെ കുറവ്, രണ്ടാമത്തേതോ ഉപദേശപ്പിശക, ഡോക്ട്രൈനൽ പ്രോബ്ലം, സൈദ്ധാന്തികമായ തെറ്റ്, ഉപദേശപരമായ തെറ്റ്. ഇപ്പൊ സ്നേഹം തണുത്തപ്പോൾ ഉപദേശപ്പിശക് സഭയ്ക്കകത്തേക്ക് കടന്നു കയറി. ഉപദേശപ്പിശകിൽ അകപ്പെട്ടു പോയ സഭയ്ക്ക് ഉണ്ടാകുന്ന മൂന്നാമത്തെ തെറ്റെന്താണ്? മൂന്നാമത്തെ പ്രശ്നം എന്താ? 20-ാമത്തെ വാക്യം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. മൂന്നാമത് സഭയ്ക്കകത്തേക്ക് കടന്നു കയറുന്ന പാപമാണ് ടോളറൻസ് ടുവേർഡ്സ് സിൻ, പാപത്തോടുള്ള സഹിഷ്ണുത. ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അനുവദിച്ചു കൊടുക്കുന്നു എന്നൊരു പാപം. അനുവദിച്ചു കൊടുക്കുന്നു. സഭയ്ക്കകത്തേക്ക് കടന്നു വരുന്ന നാലാമത്തെ പാപം 21-ാമത്തെ വാക്യം, 21. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. നാലാമത്തെ പാപമാണ് മാനസാന്തരമില്ലായ്മ, അൺറിപ്പന്റന്റ് നേച്ചർ, കണ്ടിന്യൂയിങ് ഇൻ സിൻ, പാപത്തിൽ തുടരുന്ന അവസ്ഥ. പാപത്തിൽ തുടരുന്ന അവസ്ഥ എവിടുന്ന തുടങ്ങിയത്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, ദുരുപദേശം സഭയിൽ കയറി, പാപത്തെ ഒരു പ്രശ്നമില്ലാതെ സഹിച്ചുകൊള്ളുന്നു. 4 മാനസാന്തരം ഇല്ല, അൺറിപ്പന്റന്റ് നേച്ചർ, മാനസാന്തരം ഇല്ല. ഇങ്ങനെ പോകുന്ന സഭയ്ക്കകത്തേക്ക് 5-ാമത്തെ പ്രശ്നം കടന്നു വരികയാണ്. അതെന്താ? 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം.
3:1. സർദിസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. 5ാമത്തെ പ്രശ്നമാണ് സ്പിരിച്വൽ ഡെത്ത്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവൻ ആകുന്നു. സഭയ്ക്കകത്തെ 5ാമത്തെ പ്രശ്നമാണ് ആത്മീയ മരണം. Spiritually dead people. They are not the outsiders, but insiders. പുറത്തുള്ളവരുടെ കാര്യമല്ല, സഭയ്ക്ക് അകത്തുള്ളവരുടെ കാര്യമായത്. ആത്മീയമായി മരിച്ചവർ. 2ാമത്തെ വാക്യം, 6ാമത്തെ പാപം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. Imperfect Christian life. Imperfect Christian life. നിന്റെ പ്രവൃത്തിയെ എന്റെ ദൈവത്തിന്റെ മുമ്പാകെ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപൂർണമായ പ്രവൃത്തികളും ജീവിതവും. സ്തോത്രം. അടുത്തത് 7ാമത്തെ ദൈവസഭയ്ക്ക് നേരിട്ട അപജയമാണ് 3ാമത്തെ അധ്യായം അതിൻ്റെ 15ാമത്തെ വാക്യം. 3:15. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതോഷ്ണവാനായിരിക്കുന്ന അവസ്ഥ. സ്പിരിച്വൽ ഫ്രൂട്ട്ലെസ്നെസ്. ആത്മീയ നപുംസകാവസ്ഥ. ആത്മീയമായി നപുംസകമാണ്. നമ്മുടെയൊക്കെ സഭയ്ക്കകത്ത് ഈ പ്രശ്നങ്ങളുണ്ടോ? ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതോ വെളിപ്പാട് പുസ്തകത്തിന്റെ പേജുകളിൽ മാത്രമുള്ളോ? നിങ്ങളൊന്ന് കൂടെ വരുമോ? സ്തോത്രം. തീർന്നില്ല. ദൈവസഭയ്ക്കകത്തേക്ക് കടന്നുകൂടിയ അടുത്ത പാപം, അടുത്ത പ്രശ്നം, അതിന്റെ 17ാമത്തെ വാക്യം. 3:17. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാൽ. അവിടെ കണ്ടോ, സഭയുടെ അടുത്ത പാപത്തിന്റെ ഘട്ടമാണ് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീയ അന്ധത. സെൻസ്ലെസ്നെസ്, ആത്മീയമായി തിരിച്ചറിവില്ലാത്ത അവസ്ഥ. സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ നിഗളം. സ്പിരിച്വൽ കണ്ടെന്റ്മെന്റ്, ആത്മീയ സംതൃപ്തി. എന്താ സഭ പറയുന്നത്? ഞാൻ
ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. സ്പിരിച്വൽ കണ്ടെന്റ്മെന്റ്, ആത്മീയമായി ഞാൻ എല്ലാം തികഞ്ഞവനായിരിക്കുന്നു എന്ന ഒരു വ്യാജബോധം. സ്തോത്രം. ഏറ്റവും വലിയ പ്രശ്നം അടുത്തതാണ്. 20-ാമത്തെ വാക്യം, 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സ്തോത്രം. ഇന്നലെ ഒറ്റ ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതായിരുന്നു ഇവിടെ. എന്താ ഈ സഭയുടെ പ്രശ്നം? ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ക്രിസ്തു സഭയ്ക്ക് പുറത്താണ്. ക്രിസ്തു സഭയ്ക്ക് പുറത്താണ്. ക്രൈസ്റ്റ്ലെസ്നെസ്. കണ്ടോ? എവിടെ നിന്നും എവിടെ വരെ വന്നു? ഇതിനെ ഒന്ന് ചക്രമായിട്ടൊന്ന് പൂരിപ്പിച്ചേ, ചാക്രികമായിട്ടൊന്ന് പൂരിപ്പിച്ചേ. ഈസ് ഇറ്റ് റെലവന്റ് ടുഡേ? ഇന്നത്തെ സഭയുമായുള്ള ബന്ധത്തിൽ ഇത് പ്രസക്തമാണോ? തുടക്കം എവിടെ നിന്നാ? നിസ്സാരമെന്ന് തോന്നുന്ന, അത്ര കണ്ട് പരിഗണിക്കാത്ത ആദ്യ സ്നേഹത്തിന്റെ നഷ്ടത്തിൽ നിന്ന് തുടങ്ങി ക്രിസ്തുവില്ലാത്ത വെറും ഒരു, ഇന്നലെ പറഞ്ഞ വാക്കിൽ ഞാൻ പിടിക്കുകയാണ്, ക്രിസ്തുവില്ലാത്ത വെറും ഒരു ക്ലബായിട്ട് അധപ്പതിക്കുന്നു സഭ. നിസ്സാരമാണോ? എന്നാൽ ഇത് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? ഇന്നിത് തിരിച്ചറിയാൻ ആളില്ല. സാത്താൻ ഇന്ന് സഭയ്ക്ക് വേണ്ടതൊക്കെ കൊടുത്തു ഭൗതികമായി. ദൈവം കൊടുത്തെന്ന് പറയാൻ അല്പം മടിയുണ്ട് എനിക്ക്. കാരണം പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഭൗതിക നന്മകളുടെ വാഗ്ദത്തം, ഭൗതിക സമൃദ്ധിയുടെ വാഗ്ദത്തം ദൈവമല്ല നൽകുന്നത്, സാത്താന. സാക്ഷാൽ മശിഹായോട് പോലും അവൻ വാഗ്ദത്തം കൊടുക്കാൻ മടിക്കാഞ്ഞവനാണ്. സകല ചരാചരങ്ങളുടെയും സ്രഷ്ടാവും അഖിലാണ്ടത്തിന്റെ ഉടയവനുമായ നമ്മുടെ കർത്താവിനോട് ഈ കള്ളൻ, ഈ വ്യാജൻ പറഞ്ഞതാ, ഇതെല്ലാം എൻ്റെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാ? ലൂക്കോസ് 4:5 വാക്യത്തിലെ കാര്യമാ പറയുന്നത്. ലൂക്ക് 4:5. നിമിഷ നേരം കൊണ്ട് യേശുവിനെ പിശാച് ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും സ്പ്ലെൻഡറും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം എങ്കൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവന് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരോടല്ല ഇത് പറഞ്ഞത്, സർവജ്ഞാനിയായ നമ്മുടെ കർത്താവിനോട്, ഇവയെ മുഴുവനും ഉളവാക്കിയ സ്രഷ്ടാവിനോടാ ഈ കള്ളൻ പറയുന്നത്. ഇതെല്ലാം എൻ്റേതാണെന്നും എനിക്കിഷ്ടമുള്ളവന് ഞാൻ കൊടുക്കുമെന്നും. 2 പ്രയോഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. The authority of this world and the splendor of this world. ഈ 2 കാര്യങ്ങളാണ് ലോകത്തിൽ ഭൗതികമായിട്ടുള്ളത്. എന്തൊക്കെയാ? അധികാരം, 2 മഹത്വം.
അധികാരവും മഹത്വവും ഈ ഭൂമിയിലുള്ളത് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് സാത്താനാണ്. അവങ്കൽ ഇതെല്ലാം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നെന്ന് അവൻ അവകാശവാദം മുഴക്കുന്നു. യേശു പോലും അത് നിഷേധിച്ചില്ല. സ്തോത്രം. കർത്താവും അത് നിഷേധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവസഭയ്ക്കകത്ത് ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവസഭകൾക്കും പ്രാദേശിക സഭകൾക്കും സഭാ സംഘടനകൾക്കും ഇന്ന് ഭൗതികമായ ധാരാളിത്വമുണ്ട്, ഇല്ലേ? ഭൗതികമായ ധാരാളിത്വമുണ്ട്. ഇവയെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ സഭാംഗങ്ങൾ എന്ത് കരുതി? എല്ലാം ഞങ്ങൾക്ക് ദൈവം തന്നു, ഞങ്ങളുടെ കഷ്ടതകളെല്ലാം ദൈവം മാറ്റി, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ടതുകൊണ്ട് തലമുറകൾക്ക് ദൈവം കാണിച്ച നീതിയാണ്, കാവ്യനീതിയാണ്. അതുകൊണ്ട് ഇതെല്ലാം എനിക്കും എൻ്റെ തലമുറകൾക്കും അവകാശപ്പെട്ടത്. എവിടെ വന്നെത്തിയിരിക്കുന്നു നാം? എന്ത് കരുതുന്നു? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ എഫെസോസിലാണോ നാം ഇന്ന് ആയിരിക്കുന്നത്? അതോ ക്രിസ്തു തന്നെ ഇല്ലാതായിരിക്കുന്ന ലവോദിക്കയിലാണോ നാം ഇന്നെത്തി നിൽക്കുന്നത്? ഇന്നത്തെ സഭ. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടേ? സ്തോത്രം. പ്രിയരെ, ഇതാണ് ആനുകാലിക പ്രസക്തമായ സംഗതി. സ്തോത്രം. സഭയിലെ പ്രശ്നം ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് തുടക്കം എവിടെ നിന്ന്? ആദ്യ സ്നേഹം വിട്ടുകളയുന്നു. എന്താ ഈ ആദ്യ സ്നേഹം എന്ന് പറഞ്ഞ? നിങ്ങൾ ഒന്ന് കൂടെ വന്നട്ടെ. തെറ്റിയാലും സാരമില്ല, പ്രതികരിക്കാം. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് പോകാം. സ്തോത്രം. എന്തുവാ ആദ്യ സ്നേഹം എന്ന് പറഞ്ഞ? റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ചോദിക്കുന്നില്ല, ലാസ്റ്റിൽ ചോദിക്കാം. എന്താണ് ഈ ആദ്യ സ്നേഹം? നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ വൈകാരിക സ്നേഹമെന്ന. എന്നാൽ ഇത് അതിനും അപ്പുറമാണ്. നമുക്കറിയാം, പല കുടുംബങ്ങളിലും പല ദമ്പതികൾക്കിടയിലും വിവാഹത്തിന്റെ ആദ്യ നാളുകളേക്കാൾ ആഴത്തിലുള്ള സ്നേഹം പിൽക്കാലത്താണ്. ചുരുക്കം ചില കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ പിൽക്കാലത്തേക്കാൾ കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നത്. എന്നാൽ കുടുംബജീവിതത്തിന്റെ നാളുകൾ ദീർഘമാകുമ്പോഴാണ് ആ സ്നേഹത്തിന്റെ ആഴങ്ങൾ വർദ്ധിക്കാറ്. അങ്ങനെയാണെങ്കിൽ ആദ്യ സ്നേഹം എന്ന് പറയുന്നത് മധുവിധ നാളുകളിലെ സ്നേഹമല്ല. അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. വളരെ ലളിതമായി ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ, ആദ്യ സ്നേഹം എന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹത്തിന്റെ പട്ടികയിലെ ഒന്നാം സ്ഥാനം, നാം സ്നേഹിക്കുന്നവരുടെ പട്ടികയിലെ ഒന്നാം സ്ഥാനം.
സരളമായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നേഹത്തിന്റെ പട്ടികയിൽ യേശുവിനാണോ ഒന്നാം സ്ഥാനം? ആണെന്നേ പറയത്തുള്ളൂ നമ്മൾ. അതേ പറയത്തുള്ളൂ. അത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും നമ്മൾ അതേ പറയും. ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് ദൈവത്തെയാണെന്നേ പറയൂ. കാരണം നമ്മൾ അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക, ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ. എന്നാൽ അതല്ല സത്യം. വേദപുസ്തകം അനുസരിച്ച്, യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ അനുസരിച്ചും നാം എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരവരെ തന്നെയാണ്. സെൽഫ് ലവ്, സെൽഫ് സെൻട്രിക്. അതുകൊണ്ടാ യേശു കർത്താവ് ശിഷ്യത്വത്തിനുള്ള ഒന്നാമത്തെ നിബന്ധന വെച്ചപ്പോൾ പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തന്നെത്താൻ ത്യജിക്കണം. കാര്യം എന്താ? നാം എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരവരെ തന്നെയാണ്. ആ സ്നേഹം, ആ പ്രാഥമിക സ്നേഹം വിടണം. ആ സ്ഥാനത്ത് നാം ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കണം. നമ്മുടെ പ്രാഥമിക സ്നേഹം ക്രിസ്തുവാകണം. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ കർത്താവിനെ ആകണം. അതാണ് ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ സ്നേഹം, ആദ്യകാലത്തെ സ്നേഹമല്ലത്. സ്നേഹത്തിന്റെ പട്ടികയിലെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിൽക്കുന്ന, സ്നേഹത്തിന്റെ ലിസ്റ്റിൽ, ആ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്നേഹം. പറച്ചിലല്ല, വാസ്തവത്തിൽ. ഇന്നത്തെ സഭകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കൂടുന്നതല്ലേ സഭ. ഓരോ വ്യക്തിവിശ്വാസികളുടെയും കൂട്ടമാണല്ലോ സഭ. അതുകൊണ്ട് സഭ എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരുമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നാം ഓരോരുത്തരുമെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ഒന്നാമത്തെ സ്നേഹം യേശുവാണോ? സ്തോത്രം. പലരുടെയും, ഒട്ടുമുക്കാൽ പേരുടെയും ഒന്നാം സ്നേഹം യേശു അല്ല, മറ്റു പലതുമാ. അതെങ്ങനെ അറിയാൻ പറ്റും? ഒന്ന് രണ്ട് ടെസ്റ്റുകൾ, പരിശോധനകൾ. നാം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? നാം ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്നതും ഓർക്കുന്നതും എന്തിനെ അല്ലെങ്കിൽ ആരെയാണ്? സ്തോത്രം. നാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാ അല്ലെങ്കിൽ ആരെ കുറിച്ചാ? നാം ഏറ്റവും പുളകം കൊള്ളുന്നത് ആരെ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാ? വേറെയുമുണ്ട്. ഈ മൂന്നാലെണ്ണം ഒന്ന് ഉത്തരം കണ്ടെത്തിയാൽ മതി. ഇതിന്റെ എല്ലാം ഉത്തരം യേശു, 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 അല്ലെ ദൈവം, ദൈവം, ദൈവമെന്നാണോ? ആത്മാർത്ഥമായിട്ടൊന്നും ചിന്തിച്ച് നോക്കിക്കേ. സ്തോത്രം. അല്ലാത്ത പക്ഷം നാം ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. എഫെസോസുകാരുടെ ആദ്യ സ്നേഹം ക്രിസ്തുവായിരുന്നു. എഫെസോസ് 1:15 വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 1:15. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. പൗലോസ് ലീഹ എഫേസോസുകാരുടെ
വിശ്വാസത്തെയും സ്നേഹത്തെയും ശ്ലാഘിച്ചു പറയുകയാണ് ഇവിടെ. ഒന്നാം സ്നേഹം, ആദ്യ സ്നേഹം ക്രിസ്തുവിന് നൽകിക്കൊണ്ട് ആരംഭിച്ച ഒരു സഭയായിരുന്നു എഫെസോസിലെ സഭ. പക്ഷേ സഭ കുറെ കാലങ്ങൾ പിന്നിട്ടപ്പോൾ അവരുടെ ആദ്യ സ്നേഹം ക്രിസ്തു അല്ലാതെയായി മാറി. ഇന്ന് നമ്മുടെ ഒന്നാം സ്നേഹം, സ്നേഹത്തിന്റെ പട്ടികയിലെ ഒന്നാം സ്ഥാനം ക്രിസ്തുവിനല്ലെങ്കിൽ നമുക്ക് മടങ്ങി വരണം. സ്നേഹം തണുക്കുന്നയിടത്ത് ദുരുപദേശം കൂടി വരും. പെർഗമോസിലെ സഭയ്ക്കകത്തേക്ക് ഉപദേശം തെറ്റായത് വന്നു. ബിലയാമിന്റെ ഉപദേശവും നിക്കലോവിയരുടെ ഉപദേശവും കടന്നു വന്നു. എന്താണ് ബിലയാമിന്റെ ഉപദേശം? വൈവാഹിക ജീവിതത്തിലെ അസാൻമാർഗികത. 2, ആരാധനയിലെ ഇൻക്ലൂസീവിസം, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവം. ബിലയാമിന്റെ ഉപദേശം സംഖ്യാപുസ്തകം 23 മുതൽക്കുള്ള അധ്യായങ്ങളിലേതാണ്, പ്രത്യേകിച്ച് 25-ാമത്തെ അധ്യായത്തിലാണത്. ബിലയാമിന്റെ ഉപദേശം എന്തൊക്കെയാണെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം. കോംപ്രമൈസ് ഇൻ മോറൽ ആൻഡ് ഫാമിലി ലൈഫ് ആസ് വെൽ ആസ് സ്പിരിച്വൽ ലൈഫ്, ലൈഫ് ഓഫ് വർഷിപ്പ്. കുടുംബജീവിതത്തിലും സാൻമാർഗിക ജീവിതത്തിലും ആരാധനാ ജീവിതത്തിലും അനുരഞ്ജനം കൊണ്ടുവരാൻ, എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ദുരുപദേശം, അതുപോലെ നിക്കലോബിയരുടെ ദുരുപദേശം. നമ്മുടെ സഭകളിൽ ഇന്ന് പലയിടത്തും ദുരുപദേശങ്ങൾ കടന്നുകൂടിയിട്ടില്ലേ? അറിഞ്ഞോ അറിയാതെയോ പെന്തക്കോസ്തിനകത്തും തെറ്റായ ഉപദേശ സംഹിതകൾ വന്നിട്ടില്ലേ? സ്തോത്രം. തിരുവെഴുത്തുകളെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ചൊക്കെയുള്ള ഉപദേശങ്ങളിൽ തെറ്റായ പഠിപ്പിക്കലുകൾ ഇന്ന് നമ്മുടെ സഭകളിൽ ഉണ്ട്. ഏതുപദേശത്തിനും ആമീൻ പറയാൻ ഇന്ന് നമ്മൾ പലരും തയ്യാറാ. ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥകൾ, അത്ഭുതങ്ങൾക്കു വേണ്ടി വാതിലുകൾ തുറന്നിട്ട് കാത്തിരിക്കുന്ന നിലപാടുകൾ, ഉപദേശം എന്തുമാകട്ടെ എന്ന് ഉപദേശങ്ങളിൽ അയവ് വരുത്തിയിട്ടുള്ള ബിലയാമിന്റെ ഉപദേശത്തെ സ്വീകരിച്ചിട്ടുള്ള, നിക്കലോവി ഉപദേശത്തെ സ്വീകരിച്ചിട്ടുള്ള ഉപദേശ പിശകുകൾക്ക് വാതിലുകൾ തുറന്നിട്ട് കൊടുത്ത സഭ. മറ്റൊന്നാണ് പാപത്തോട് അസഹിഷ്ണുത പുലർത്തേണ്ടിയിരുന്ന ദൈവസഭ ഇന്ന് പാപത്തോട് സഹിഷ്ണുതാ മനോഭാവം പുലർത്തുന്നു. Church was to be intolerant towards sin. നിസാര പാപങ്ങളോട് പോലും അസഹിഷ്ണുതയായിരുന്നു ദൈവസഭയ്ക്കുണ്ടാകേണ്ടിയിരുന്നത്. സ്തോത്രം. പക്ഷേ ഇന്ന് ഏത് ഉഗ്രമായ പാപത്തെയും ഒരു കുഴപ്പവുമില്ലാതെ സ്വീകരിക്കുവാൻ
സഭ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ഇസബേൽ എന്നൊരു സ്ത്രീയാണ് പ്രവാചകിയായി സഭയിൽ നേതൃത്വം കൊടുക്കുന്നത്. സഭാ നേതൃസ്ഥാനത്തേക്ക് എത്തുന്ന പലരും ജീവിത പിശകും ഉപദേശ പിശകുമുള്ളവരാണെന്ന്, അവരെ ഒരു കുഴപ്പവുമില്ലാതെ സ്വീകരിക്കുവാൻ സഭയ്ക്ക് ഇന്ന് ഭയങ്കര സഹിഷ്ണുതയാണ്. സഹിഷ്ണുത വേണ്ടത് ഇന്നലെ നമ്മൾ പഠിച്ചതുപോലെ കഷ്ടം സഹിക്കാനാണ് ക്രിസ്തുവിന് വേണ്ടി, പാപത്തെ സഹിക്കാനല്ല. എന്നാൽ ഇന്ന് സഭയ്ക്കകത്തെ സഹിഷ്ണുത പാപത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്. പാടില്ല, അത് പാടില്ല. നമുക്കറിയാം, ഒരു ഗർഭിണിയായ പെൺകുട്ടി അതുവരെ അവൾ ഇഷ്ടപ്പെട്ടിരുന്ന പലതിനോടും വെറുപ്പ് കാണിക്കാൻ തുടങ്ങും. അവളുടെ അകത്ത് അതുവരെ ഇല്ലാതെ ഇരുന്ന ഒരു ജീവന്റെ തുടിപ്പിന് തുടക്കം കുറിക്കുമ്പോൾ മുതൽ അവൾക്ക് അതുവരെ ഇഷ്ടമായിരുന്ന പലതിനോടും വെറുപ്പുണ്ടാവുന്നു. ആ സാധനത്തെക്കുറിച്ച് ഓർക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അതിന്റെ പേര് പറഞ്ഞാൽ അവൾ ഛർദ്ദിക്കും, അതിന് മണമടിച്ചാൽ അവൾ ഛർദ്ദിക്കും. കാര്യം, അവളുടെ ഉള്ളിൽ ഒരു ജീവന്റെ തുടിപ്പ്. ഇതുപോലെ നമ്മിൽ ക്രിസ്തു ഉരുവായാൽ, ക്രിസ്തു നമ്മിൽ ജനിച്ചാൽ, ഒരുപക്ഷെ അതുവരെ പ്രിയപ്പെട്ട പലതിനോടും നമുക്ക് കടുത്ത വിദ്വേഷവും വെറുപ്പും ഉണ്ടാകും. ദൈവത്തിന്റെ സഭയിലെ ഓരോ വിശുദ്ധനും എങ്ങനെയുള്ളവനായിരിക്കണമായിരുന്നു? പാപത്തോട് വെറുപ്പുള്ളവൻ. We need to pray to the Lord. Oh God, please generate in me, generate in us a heart that hates sin. We should need a sacred hatredness towards sin. പാപത്തോടും അശുദ്ധമായ സകലത്തോടും വിശുദ്ധമായ വെറുപ്പ് നമ്മിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് സഭയ്ക്കകത്തേക്ക് നോക്കിയാൽ, സഭാ നേതൃസ്ഥാനത്തേക്ക് നോക്കിയാൽ, പാപത്തോട് അപ്രകാരമുള്ള വെറുപ്പില്ല. എല്ലാറ്റിനെയും നമുക്ക് ഉൾക്കൊള്ളാം, സാരമില്ല എന്ന് വരുന്നു. ദുഃഖത്തോടെ പറയുന്നു, സഭാ നേതൃത്വത്തിലെത്തുന്ന പലരും പല അരുതായ്മകൾക്കും കണ്ണടച്ചു കൊടുക്കുന്നവരാണ്. സ്തോത്രം. സഭയ്ക്ക് ഇന്ന് നീതിമാന്മാരെ വേണ്ട, നല്ലവരെ മതി. മനസ്സിലായോ? പൗലോസ് പറയുന്നുണ്ട്, സ്തോത്രം, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, എന്നാൽ തങ്ങൾക്ക് പ്രയോജനമുള്ളവർക്ക് വേണ്ടി മരിക്കാൻ ആൾക്കാർ തയ്യാറാകും. വീരപ്പന്റെയൊക്കെ തത്വശാസ്ത്രം, നമ്മുടെ ചന്ദനക്കൊള്ളക്കാരൻ വീരപ്പൻ, സർക്കാരിനെയും വനത്തെയും ഒക്കെ കൊള്ളയടിച്ചിട്ട് പാവപ്പെട്ട ചിലർക്കൽപ്പം നക്കാപ്പിച്ചു കൊടുത്താൽ ആ ദോഷം മാറിക്കിട്ടിയെന്ന് കരുതുകയാ. ആ നന്മ അവരനുഭവിക്കുന്നത് കൊണ്ട് ഗ്രാമക്കാരും ഇവന് ഒറ്റിക്കൊടുക്കത്തില്ല. ആള് നീതിമാനായതുകൊണ്ടല്ല, അവർക്കവൻ നല്ലവനായതുകൊണ്ടാണ്. ഇതുപോലെയാണ് പലരും ഇന്ന് സഭയ്ക്കകത്ത്, ലോക്കൽ പ്രാദേശിക സഭയിലായാലും സംഘടനാ സഭയിലായാലും അണികൾക്ക് പ്രയോജനം വരുത്തുന്നവനാണെങ്കിൽ
സിന്ദാബാദ് വിളിക്കാൻ ആളുണ്ട്. എന്നാൽ 15-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ചോദിക്കുന്നു, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? 4-ാം വാക്യത്തിൽ പറയുന്നു, വഷളനെ നിന്ദ്യനായി എണ്ണുന്നവൻ, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുന്നവൻ. എത്ര വലിയ ഈസബേൽമാരും അസാൻമാർഗികതയുടെ തൊട്ടിലിൽ വസിക്കുമ്പോഴും അവരെ തിരസ്കരിക്കുന്നതിനുള്ള, വഷളനെ നിന്ദ്യനായി എണ്ണുന്നതിനുള്ള ആത്മീയ ആർജവം നമുക്കുണ്ടാവണം. ഈ തുയഥൈര സഭയുടെ പ്രശ്നമായിരുന്നു പാപത്തെ സഹിക്കുക. നാം പാപത്തെ സഹിക്കുന്നവരായി തീരരുത്. പാപത്തോട് അസഹിഷ്ണുത പുലർത്തണം. ആര് ചെയ്താലും പാപം പാപം എന്ന് കണക്കാക്കാൻ നമ്മുടെ ഉൾക്കണ്ണുകൾക്ക് പ്രകാശം വേണം. ഉൾക്കരുത്തും നമുക്ക് വേണം. സ്തോത്രം. മറ്റൊന്ന്, കർത്താവ് ആവർത്തിച്ചു പറഞ്ഞിട്ടും മാനസാന്തരമില്ലാത്ത അവസ്ഥ ഇന്ന് സഭകളിലില്ലേ? സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പണ്ട് ഒരു ദാവീദ് ഉണ്ടായിരുന്നു. ബത്ശേബയുടെയും ഊരിയാവിന്റെയും വിഷയത്തിൽ അവൻ പാപം ചെയ്തു, ശരിയാ. പക്ഷേ നാഥാൻ പ്രവാചകൻ ചെന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി, കിരീടം താഴെ വെച്ച്, രാജവസ്ത്രം അഴിച്ചു വെച്ച്, രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടാൻ, അനുതപിക്കുവാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇന്നും ആരുണ്ട്? പാപം ചെയ്യുന്ന ദാവീദുമാരുണ്ട്. അവരുടെ പാപങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന നാഥാന്മാരുമുണ്ട്. പക്ഷേ നാഥാന്മാരുടെ സന്ദേശങ്ങളെ കേട്ട് തൻ്റെ അടുക്കലേക്ക് പ്രവാചകനെ അയച്ച ദൈവത്തെ അനുസരിക്കാനും പാപം വിട്ട് അനുതപിക്കുവാനും മനസ്സുള്ള ദാവീദുമാരാണില്ലാത്തത്. സഭയ്ക്കകത്ത് മാനസാന്തരത്തിന്റെ സന്ദേശം ഈ 7 സഭകളോട് നോക്കിക്കേ. അതിൽ 2 ഒഴികെ ബാക്കിയുള്ള സഭകളോട് കർത്താവ് ആവർത്തിച്ചു പറയുന്നു, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. ഇന്നും സഭയോടുള്ള സന്ദേശമാണ് മാനസാന്തരം എന്നുള്ളത്. മാനസാന്തരം. അപ്പോൾ അടുത്ത പാപമാണെന്ത്? മാനസാന്തരമില്ലായ്മ. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, 4, 5, 6 വാക്യങ്ങൾ പറയുന്നു, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ ദൈവത്തിന്റെ ദയ, ദീർഘക്ഷമ തുടങ്ങിയവയുടെ ഐശ്വര്യം നീ നിഷേധിക്കുന്നുവോ, നിരസിക്കുന്നുവോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ഒരു ക്രോധ ദിവസമുണ്ട്. അന്നത്തേക്ക് നീ നിനക്കായിട്ട് തന്നെ ദൈവത്തിന്റെ കോപം കൂട്ടി ചരതിച്ചു വയ്ക്കുന്നു. ഇന്ന് പല സഭകളും അങ്ങനെയാണ്. എന്ന് വെച്ചാൽ സഭയിലെ ഓരോ വ്യക്തിയും നാം അങ്ങനെ ആകരുത്. നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും അങ്ങനെ ദൈവത്തിന്റെ ക്രോധത്തിനിരയാകുന്നെങ്കിൽ കൂട്ടുനിൽക്കരുത്. കോരഹിന്റെ മക്കൾ അപ്പനോടും അമ്മയോടും കൂടെ നിൽക്കാതെ അപ്പനും അമ്മയും എതിർത്ത മോശയുടെ പക്ഷത്തേക്ക് ഓടിപ്പോയി രക്ഷപ്പെട്ടതുപോലെ നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളും നമ്മുടെ സ്വന്തം ആൾക്കാരും ദൈവത്തോട് മത്സരിച്ച് മാനസാന്തരമില്ലാതെ നശിച്ചു പോകുമ്പോൾ ആ കൂട്ടത്തിൽ നിൽക്കുവാൻ നാം ഉണ്ടാകരുത്. നാം ഓടി മാറുക.
ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അടുത്ത സ്ഥിതി എത്തുന്നതാണ് ആത്മീയമായി മൃതാവസ്ഥ. നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു. ഇന്ന് സഭയ്ക്കകത്തെ നല്ല ശതമാനം ആൾക്കാരും ആത്മീയമായി മരിച്ചവരാണ്. ഒരു പ്രസംഗകൻ ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, വെപ്പുവല്ല് പോലെയാണെന്ന് പലരും സഭയ്ക്കകത്ത്. പല്ല് ഇരിക്കുന്നത് വായിലാണെങ്കിലും അത് വെച്ചേക്കുന്ന ആളുമായിട്ടൊരു ബന്ധം അതിനില്ല. ഇതുപോലെ സഭയ്ക്കകത്താണ് പലരും, പക്ഷേ ക്രിസ്തുവുമായി ബന്ധമില്ല. എന്നെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു വാക്യമാണ് മത്തായി 7:21 തൊട്ട് 23 വരെ. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നല്ല, അറിയുന്നില്ലെന്നായിരുന്നെങ്കിൽ പരിചയപ്പെടുത്തിയാൽ മതി, അയ്യോ ഞാൻ ഇന്നയാളാണെന്നൊക്കെ. അവരതാ ചെയ്തത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല. പ്രിയരേ, കർത്താവുമായി ബന്ധമില്ലാതെ നമുക്ക് ഒത്തിരി ശുശ്രൂഷയൊക്കെ ചെയ്യാൻ പറ്റും, കർത്താവിന് വേണ്ടി കൊടുക്കാൻ പറ്റും, ഓടാൻ പറ്റും, പാസ്റ്ററായിരിക്കാൻ പറ്റും, സഭാ നേതാവായിരിക്കാൻ പറ്റും. കർത്താവുമായിട്ട് ബന്ധമൊന്നും വേണമെന്നില്ല. നാം അങ്ങനെ ആകാതെ, ആത്മീയമായി മരിച്ചവരാകാതെ, ആത്മീയ ജീവനുള്ളവരായി കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് നിരന്നുകൊണ്ട് ക്രൂശിൽ ക്രിസ്തു നിവർത്തിച്ച നിരപ്പിന്റെ ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളികളാകാം. ദൈവത്തോട് നമുക്ക് ഒരു അഭേദ്യ ബന്ധം സ്ഥാപിക്കാം. ആ ബന്ധത്തിൽ നമുക്ക് മുന്നേറാം. സ്തോത്രം. ബാക്കി ഭാഗം കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ ഈ പറയപ്പെട്ട സഭകളിലെ ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ വ്യക്തിപരമായി നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്കവയെ നീക്കിക്കളഞ്ഞ് കർത്താവിനോട് നിരപ്പ് പ്രാപിച്ച്, സ്തോത്രം, വിശുദ്ധിക്കായും നീതിയുള്ള ജീവിതത്തിനായും നമ്മെ സമർപ്പിക്കാം. അങ്ങനെയുള്ളവരെ മാത്രം ചേർക്കാനാണ് ക്രിസ്തു വരുന്നത്. ആ വരവിനായി നമുക്കൊരുങ്ങാം. സർദീസിലെ സഭയോട് പറഞ്ഞതുപോലെ, ഉടുപ്പും മലിനമാകാത്ത ചിലർ നിനക്കവിടെയുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് അവർ എന്നോട് കൂടെ നടക്കും. നാം ആ ന്യൂനപക്ഷമായ ഉടുപ്പും മലിനമാകാത്തവരായി, ജീവിത വസ്ത്രം അഴുക്കാകാത്തവരായി, കർത്താവിനോടുകൂടെ വെള്ള ധരിച്ച് നടക്കുവാൻ യോഗ്യരായി തീരാം. അതിന് ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ ആശ്രയിച്ച് ഇതുവരെയും തിരുവചനം നാം ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. വളരെ അർത്ഥവത്തായ, കാലിക പ്രസക്തിയുള്ള, നമ്മെ ജീവിപ്പിക്കുന്ന, മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ പരിമിതികളും ബലഹീനതകളും തെറ്റുകളും കുറവുകളും ഒക്കെ ഒന്നുകൂടി കണ്ടുണരാൻ നമ്മെ സഹായിക്കുന്ന ആ ജീവനുള്ള വചനമാണല്ലോ നാം കേട്ടുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ ഓർപ്പിച്ചു. ചില കാര്യങ്ങൾ നാം നിസ്സാരമായി കാണുന്നു, ലാഘവബുദ്ധിയോടെ കാണുന്നു. എന്നാൽ അവകൾക്കൊക്കെ ദൈവം നൽകിയിരിക്കുന്ന വില, അല്ലെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന ഉപദേശത്തിന്റെ വിശുദ്ധി എത്ര വലുതാണ് എന്ന് കർത്താവിന്റെ ദാസൻ നമ്മെ ചിന്തിപ്പിക്കുകയുണ്ടായി. ഒട്ടനവധി സഭകളിലും ആളുകൾ ഇത്തരം ലാഘവബുദ്ധിയോടുകൂടി ഇരിക്കുകയും അവർ പറയുന്ന ചില അന്യഭാഷകളുടെയോ കൃപാവരങ്ങളുടെയോ ഒക്കെ ബലത്തിൽ അവർ ആത്മികർ എന്ന് നടിച്ച് ജീവിച്ച് അവസാനം എത്തുമ്പോൾ അവർ കാണാൻ പോകുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് അവസാനം നമ്മെ ഓർപ്പിച്ചു.
ഇതെല്ലാം നമ്മുടെ ദൈവമായ കർത്താവ് തത്വചിന്തയായിട്ട് പറഞ്ഞതല്ല. കർത്താവിന്റെ വാക്കുകളൊന്നും ഫിലോസഫിയല്ല, ജീവനുള്ള മൊഴികൾ. ആ അവസ്ഥയിൽ നമ്മൾ ആരും എത്താതിരിക്കാൻ നമുക്കൊരു വാണിംഗ് ആയിട്ട് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഒരിക്കൽ കൂടി അവിടുത്തെ വചനത്താൽ ശുദ്ധീകരിക്കേണ്ടതിന് ചിന്തിക്കാനും മാനസാന്തരത്തിലേക്ക് പുതുകി വരുവാനും നമ്മോട് ബുദ്ധി ഉപദേശിച്ചിരിക്കുകയാണ്. നമുക്കൊരുമിച്ച് ചിന്തിക്കാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കൂടുതൽ കാര്യങ്ങൾക്കായിട്ട്, കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. കർത്താവിന്റെ ദാസനെയും ഓർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെയും ദൈവം കാത്തുപരിപാലിക്കേണ്ടവരായി ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സാജൻ ജോർജ് ബ്രദർ, ബാംഗ്ലൂരിൽ നിന്ന് കയറിയ സാജൻ ജോർജ് ബ്രദർ പ്രാർത്ഥിച്ചാൽ. Gracious Lord, loving Father, praise and glory be to your name. Lord, we praise you. We thank you for your grace, your mercies, and your loving kindness in our lives. Thank you, Lord, for this wonderful opportunity that you gave us to come before your presence and to hear from your word, Lord Jesus. Thank you for the price that with which you have bought us and made us your children and part of your church. Lord, thank you for reminding us through the study of the 7 churches, message of the 7 churches, that, Lord, how you want us to be before you, Lord, to live and to grow in you spiritually, Lord. Help us not to fall in the trap of losing our first love, Lord Jesus, and how it can encircle and completely misguide us and leave in a situation where, Lord, you are out of the church, Lord Jesus. Let it never happen in our midst, Master. Help us to see where we have fallen. Help us to correct ourselves. Help us to change and set right the things that we have fallen from, and help us to, Lord, continue the journey that you have called us to, Lord. We thank you and praise you for your servant. Thank you for enabling him. Thank you for equipping him and anointing him with your wisdom to share the insights and revelation from your word, Lord Jesus. Continue to bless him. Continue to anoint him as we continue the study, even for the next few days. Thank you and praise you. Commit each and every person who are here. Thank you for dear brother Anthony Achan, who is organizing this Bible study. We pray that, Lord, you bless each one of us. Thank you and praise you for this time together. We surrender us into your hands. Lead us and guide us in your way. We give you all glory, honor, and praise, Father. In Jesus' precious name we pray. Amen. ആമേൻ. നാളെയും ഈ സെയിം സമയത്ത് തന്നെ നമുക്ക് ഒരുമിച്ച് കൂടാം. ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. സമാധാനത്തോടെ നമുക്ക് പിരിയാം. ആമേൻ.